ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിനായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വേണം. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മുടെ വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് ഇടുന്ന സമയത്ത് അത് കളർലെസ്സായി മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബോട്ടിൽ ഇത്ര സൊല്യൂഷൻ എടുത്ത് അതിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തു. പിന്നെ വിറ്റാമിൻ സി ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് കുറേ ഷേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചോ കളർലെസ് ആവുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാനവിടെ വെച്ച് പോയതായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ അത് കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ അങ്ങനെ അത് കളർലെസ് ആയി തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്, റിഡക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഇവിടെ ഫസ്റ്റ് നമുക്കറിയാം KMnO4 എന്ന് പറഞ്ഞൊരു ഓക്സിഡൈസിങ് ഏജൻറ്റും വിറ്റാമിൻ സി അതായത് അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. Mn7+ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് വിറ്റാമിൻ സി ആഡ് ചെയ്യുമ്പം Mn2+ എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് അത് മാറും ആണ് ഈ ഒരു നമുക്ക് റിയാക്ഷനിലുള്ള മാറ്റം കാണുന്നത്. ഇത് ഫുൾ കളർലെസ് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ കുറച്ച് നേരം കഴിഞ്ഞപ്പം ആ ഒരു ചെറിയ കളർലെസ് ആയി തുടങ്ങണങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത് കംപ്ലീറ്റ് കളർലെസ് ആയി. നമ്മൾ